കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതിയുടെ രണ്ടാമത് സംസ്ഥാന സമ്മേളനം ജൂലൈ 15 ആലത്തൂർ അലിയ മഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി എസ് ബിജു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നായി 350ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വ്യവസായത്തെ നിലനിർത്താനുള്ള സംവിധാനം നമുക്കറിയാം. കേരളത്തിലെ കോഴി വ്യവസായത്തെ താർക്കുവാനായിട്ടുള്ള വൻകിട കുത്തകളുടെ ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അമിതമായ വിലക്കയറ്റം, കാര്യം ഇന്ന് സാധാരണക്കാരന് ചിക്കൻ വാങ്ങിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അതിൻ്റെ വില നിലവാരം ഉയർന്നിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 115 രൂപ 118 രൂപയ്ക്ക് 1 കിലോ കോഴിയിറച്ചി ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ ഇപ്പോൾ അത് ഹോൾസെയിലുകാർ വിതരണം ചെയ്യുന്നത് ഏതാണ്ട് 160 രൂപയ്ക്ക് മേളിലാണ് അത് വിതരണം ചെയ്യുന്ന വില തന്നെ. ആ രൂപത്തിലേക്ക് വരുമ്പോൾ ഈ വ്യവസായം പ്രതിസന്ധിയാണ്. ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടണം. ആ ഇടപെടേണ്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനങ്ങൾ കൊടുത്തു. ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് നമ്മുടെ സംഘടനയെ വിളിച്ചപ്പോൾ നമ്മുടെ സംഘടന ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരള ചിക്കൻ്റെ ദൂരപരിധി 5 കിലോമീറ്റർ ആക്കുകയും അതേപോലെ കേരളത്തിലെ വേസ്റ്റ് അതിൻ്റെ വില നിലവാരം 5 രൂപയിൽ നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പൊല്യൂഷൻ്റെ വിഷയം കാരണം കടകൾക്ക് ലൈസൻസ് കിട്ടാത്തൊരു സാഹചര്യമാണ്. ഒരു കോഴിക്കച്ചവടക്കാരന് ഒരു ലോൺ എടുക്കണമെങ്കിൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് കിട്ടാത്ത ചില നിയമക്കുരുക്കുകൾ പൊല്യൂഷനിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതിന് പരിഹാരം കാണാൻ വേണ്ടി ഗവൺമെൻറ് തരത്തിലുള്ള ഇടപെടലാണ് ആവശ്യം. കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നിബന്ധനകളാണ് അതിൽ കുഴപ്പം. ആ നിബന്ധനകളിൽ പ്രധാനപ്പെട്ട നിബന്ധനകൾ ഒഴിവാക്കി എല്ലാവർക്കും ലൈസൻസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ സമ്മേളനം പ്രധാനമായിട്ടും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ജോപ്പൻ, സെക്രട്ടറി എസ് ഉസ്മാൻ, ട്രഷറർ വി റഷീദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുനീർ പാലിശ്ശേരി, മനോജ് കളമശ്ശേരി, വേണുഗോപാൽ, നിഷാദ്, കാജ ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.